ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രഗ്നൻസി ആയതിനൊരു സ്റ്റോറി ഉണ്ട് എന്നുള്ള കാര്യം. ആ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്കുണ്ടായ ഒരു അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ ചിലപ്പോൾ അവർക്കും അത് ഉപയോഗപ്രദമായാലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് കേട്ടോ. നെഗറ്റീവ് പറയുന്നവർക്ക് ഒരുപാട് പറയുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ നമ്മളിപ്പം ഇത് ഞങ്ങൾക്കൊരു ഇത് പ്രോഫിറ്റ് കിട്ടി, അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അത് വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരിലേക്ക് ഇത് എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പട്ടാഴിയിലുള്ള ആറാട്ടുപുഴ ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ്. കുറച്ച് പേർക്കെങ്കിലും ഈ അമ്പലത്തെപ്പറ്റി അറിയാമായിരിക്കും. കാരണം ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഈ അമ്പലത്തെപ്പറ്റി കുറച്ച് ഒരു വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്കൊക്കെ ഈ വീഡിയോ പറ്റി അറിയാമായിരിക്കും. ഞങ്ങളും ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടാണ് ഈ അമ്പലത്തിൽ ആദ്യമായിട്ട് വരുന്നത്. എന്താ കാര്യമൊന്നും അറിയത്തില്ല, ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് വന്ന് നമ്മൾ വിശ്വാസികളാണ്. അപ്പം നമുക്ക് അമ്പലത്തിൽ ഈ വന്നൊന്ന് ഇത്രയും ആളുകൾ ഇവിടെ വരുന്നതിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിട്ടായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളും ഈ അമ്പലത്തെ പറ്റി കേട്ടപ്പോൾ ഇവിടെ വന്നതാണ്. നമുക്ക് കുറേ നാളുമായിട്ട് ഒരു കുഞ്ഞ് വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷം ആയിട്ടുള്ളൂ, എങ്കിലും നമുക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നൊരിതുണ്ടായിരുന്നു. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ താമസിക്കുന്നത് കൊണ്ട് ഒരു ടെൻഷൻ കാരണം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു അമ്പലത്തെ പറ്റി കേട്ടത്. അന്നേരം ഞങ്ങൾ എഴുതി എന്തായാലും അവിടം വരെ പോകും, നമ്മൾ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ അമ്പലങ്ങളിലും പോവാറുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി തൊഴാം എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് തിരുമേനിയോട് സംസാരിച്ചതിന് ശേഷം അവിടെ ഞങ്ങൾ നിൽക്കെ തന്നെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്കതൊരു അത്ഭുതം തന്നെയായിരുന്നു. മറ്റുള്ളവരെ പോലെ തന്നെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ നടക്കുമോ, അങ്ങനെയൊക്കെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എങ്കിലും മനസ്സുരുകി വിളിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കും. അത് എവിടെ ഇരുന്നാലും ഇപ്പം അമ്പലത്തിൽ വരണമെന്ന് തന്നെ ഇല്ല, എവിടെ ഇരുന്നാലും ദൈവം കേൾക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടെ പ്രദോഷ പൂജയുണ്ട്, അതിൽ പങ്കെടുക്കുന്നത് നല്ലതാണെന്ന് തിരുമേനി പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ മാസത്തിലുള്ള പ്രദോഷ പൂജയിൽ പങ്കെടുക്കാനായിട്ട് വന്നു. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും നമുക്ക് ഇവിടെ പൈസ വിഴുങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് നമ്മളിപ്പോൾ പല അമ്പലങ്ങളിലും പോകുമ്പോൾ അർച്ചനകൾ നടത്താറുണ്ട്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള വഴിപാടുകൾ നടത്താറുണ്ട്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ നടത്തുന്നത്. അതിലൊന്നും അല്ല ഇതിലെ കാര്യം, നമ്മൾ എത്രത്തോളം ദൈവത്തെ വിളിക്കുന്നു എന്നതിലുള്ളതാണ്. പിന്നെ ഈ പ്രദോഷ പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ 100 രൂപയ്ക്കൊരു ഇത് നമ്മുടെ പേരും നാളും പറഞ്ഞ് എഴുതാറുണ്ട്. അത് മറ്റുള്ള നമ്മൾ ഏത് അമ്പലത്തിൽ പോലും അർച്ചന എഴുതിക്കാറുണ്ട്. അങ്ങനെയുള്ള രീതിയിലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം 2ാമത്തെ പ്രദോഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം അറിയാൻ സാധിച്ചു. അത് ഇവിടെ വന്നതിന് ശേഷമാണ് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പിന്നെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചതിൻ്റെ ആകാം ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വരണമെന്ന് ഒരു നിർബന്ധവും ആരും പറയുന്നില്ല കേട്ടോ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലേ അത് നടക്കൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ അമ്പലത്തെ പറ്റി അറിഞ്ഞ് ഈ അമ്പലത്തിൻ്റെ രീതികൾ മനസ്സിലാക്കി വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത് തന്നെയാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. പ്രാർത്ഥിച്ചു വീട്ടിലിരുന്നായാലും അവിടുന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്, ആ മന്ത്രം നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അത് എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നതിലാണ് നമുക്ക് കിട്ടുന്ന ആ ബലം ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞു അവിടെ ശ്വാസം വിടാൻ ഒരു സ്പേസ് ഇല്ലാത്ത രീതിയിലാണ് ആൾക്കാർ വരുന്നത് ഓരോ പ്രദോഷത്തിലും. ഇത്രയും ആൾക്കാർ അവിടെ വരണമെങ്കിൽ അവർക്കത് എത്രമാത്രം വിശ്വാസവും ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ നടന്നിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടല്ലേ അവരവിടെ ഇത്രയും പേര് അവിടെ ആ അമ്പലത്തിൽ വന്ന് തൊഴുന്നത്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ച പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശനമെന്ന് അറിയുന്ന ഏകനായ ഒരു സൂര്യൻ തന്നെയെങ്കില ഈശ്വരൻ എന്റെ ഒരു ഒന്നേ ഞങ്ങൾ ഇതൊരിക്കലും ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് പൈസ തന്നിട്ട് ആരും പറയിപ്പിക്കുന്ന ഒന്നുമല്ല കേട്ടോ. നമുക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് നമ്മളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഒരു വിശ്വാസപ്രകാരം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്തൊന്നും നമുക്ക് കുഞ്ഞുങ്ങളായിട്ടില്ലായിരുന്നു. നമ്മൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഡോക്ടർ പറയുന്ന കാര്യങ്ങളും മരുന്നും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് കറക്റ്റായിട്ട് പോയപ്പോഴാണ് നമുക്ക് ആ ഒരു ഫലം നമുക്ക് കിട്ടിയത്. അത് ഇവിടെ വന്നതിന് ശേഷമാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ഒരു റീസൺ എന്ന് പറയുന്നത്. ഈ അമ്പലത്തിൽ ചെന്നതിന് ശേഷം നമ്മുടെ ഭക്തി കൊണ്ടാവാം, ചിലപ്പം നമ്മൾ എത്രത്തോളം ദൈവത്തിനെ വിളിച്ചത് കൊണ്ടാവാം നമുക്ക് ആ ഒരു നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിച്ചു തന്നത്. അത് ഞങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇതിൻ്റെ പുറകെ ഒരുപാട് നെഗറ്റീവ്സ് ഈ വീഡിയോ കാണുന്നത് കുറച്ച് പേരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. പക്ഷെ ആ കാണുന്ന കുറച്ച് പേര് ചിലപ്പം എത്ര പേര് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് തരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി
നമ്മുടെ ഈ ഒരു വീഡിയോ, ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലുമൊക്കെ അത് വൈറലായിട്ടുണ്ട്. അപ്പം നമ്മളാണ് അതിൻ്റെ ഇത് റീസണായിട്ട് ഇന്ന് പറഞ്ഞത്. നമുക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, നമ്മൾ ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ്സും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നെഗറ്റീവ്സ് വന്നത് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചിലവർക്ക് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടനുസരിച്ച് അവർ സംസാരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി, കുറച്ച് പേർക്കെങ്കിലും 1-2 പേർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.